ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ദി യൂട്യൂബ് ചാനലിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓറഞ്ച് വെച്ചിട്ടൊരു അച്ചാറാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. എന്നാലും മാത്രമാണ് ഞാനിത് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതിപ്പോൾ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത്രയും കിടിലൻ ടേസ്റ്റിൽ ഈ അച്ചാർ ഇടാൻ നോക്കാം. വളരെ ഈസിയാണ്, ഇത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എടുത്തിരിക്കുന്നത് ഞാൻ 2 ഓറഞ്ചാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ ഓറഞ്ച്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. അപ്പോൾ ഈ ഓറഞ്ച് പോലെ നമുക്ക് അപ്പം തന്നെ കഴിക്കാം കേട്ടോ. അത് ടൈമൊന്നും എടുക്കില്ല. ഓറഞ്ച് ഉണ്ടാക്കി അപ്പം തന്നെ നമുക്കത് കഴിക്കാം. നമുക്ക് പിന്നെയും നമുക്ക് ടേസ്റ്റൊക്കെ ഇഷ്ടമായി പിന്നെയും കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ ഓറഞ്ച് വാങ്ങണ സമയത്ത് വെറുതെ കഴിക്കുന്നതിൻ്റെ പകരം ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ എത്ര കിലോ ഓറഞ്ച് വാങ്ങിയിട്ടുണ്ടോ അതൊന്നും തികയാതെ വരും കേട്ടോ. അപ്പോൾ അത്രയും ടേസ്റ്റാണത്. ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മളത് തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ അരികളില്ലേ, ആ അരികളെല്ലാം എടുത്ത് മാറ്റണം. നമ്മൾ ഓരോ അല്ലികൾ എടുത്തുമ്പോഴും അതിന്മേൽ ആരുകൾ ഉണ്ടാവും. ആ വെള്ള ആരുകളില്ലേ അത് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണ്ട നമുക്ക് എടുക്കാൻ. ഒരു ആര് പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ആരുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ആരുകൾ ചെറുതുണ്ടാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് ഫുള്ളായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഇതുപോലെ തന്നെ തൊലി കളഞ്ഞ് അതിൻ്റെ ആരുകളൊക്കെ കളഞ്ഞെടുക്കുക. ഇപ്പം ഞാൻ 2 ഓറഞ്ച് ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് അച്ചാറിടാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഓരോ പീസ് എടുത്തിട്ട് 2 പീസാക്കിയിട്ട് ആക്കാം കേട്ടോ. ഒരു പീസ് എടുത്ത് 2 പീസാക്കിയിട്ട് ഫുള്ള് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് അച്ചാറിടാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരല്ലിയായിട്ട് അങ്ങനെ കട്ട് ചെയ്യാതെ ഇടാം കേട്ടോ. കട്ട് ചെയ്തിട്ടാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ഗ്ലാസ് ജാർ ഉണ്ടെങ്കിൽ അതിനെടുക്കാൻ നോക്കുക. ഈ അച്ചാറുകളും ഉപ്പിലിട്ടതൊക്കെ ഇടുമ്പോൾ ഗ്ലാസ് ജാറാണ് ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ മാത്രം പ്ലാസ്റ്റിക്കിലിട്ട് കൊടുക്കുക കേട്ടോ. ഗ്ലാസ് ജാർ ഉണ്ടെങ്കിൽ അതിനെടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ആ ഗ്ലാസ് ജാർക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. 1 സ്പൂൺ കാശ്മീരി ചില്ലിയും, ഒരു 1/4 ടീസ്പൂണ് ചാറ്റ് മസാലയുടെ പൗഡറും, അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതും ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നുള്ളുപ്പ്. നമ്മൾ കുറച്ച് ഓറഞ്ചിൽ എടുത്തിട്ടുള്ളപ്പോൾ ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം മധുരം ഉണ്ടെങ്കിൽ, നല്ല മധുരം നിങ്ങൾ ഓറഞ്ച് മധുരം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ചെറുതായിട്ട് മധുരം ഉള്ളെങ്കിൽ നമ്മൾ ഒരു തേനാണ് ഞാൻ ഇട്ട് കൊടുത്തത്. തേൻ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. തേനോ പഞ്ചസാര ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തേന ഒഴിച്ച് കൊടുത്തത്. അതിന് ശേഷം നമ്മൾ മല്ലിച്ചപ്പിൻ്റെ ഇലയും ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുത്തിട്ട് ആ ബോട്ടിൽ അടച്ച് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇനി ഗ്ലാസ് ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ബൗൾ പോലത്തെ നല്ല അടപ്പുള്ള ബൗൾ എടുക്കുക. അതിലേക്ക് ഓറഞ്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ഗ്ലാസ് ജാറിലിട്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഉറപ്പിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഷേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ മസാലകളൊക്കെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. അത് മുളകൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ നോർമൽ മുളക് പൊടി ആണെങ്കിൽ അതിൻ്റെ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾ എത്ര ഓറഞ്ച് എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണ്ട എരിവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നല്ല പുളിയും അതുപോലെ തന്നെ ആ ഓറഞ്ചിൻ്റെ ചെറുതായിട്ട് പുളി ഉണ്ടെങ്കിൽ ആ പുളിയും മധുരം എരിവും കൂടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ ഇത് നമുക്ക് ഒരു ടൈം കഴിക്കാനുള്ള ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതലിട്ട് വെച്ചാലും അപ്പം തന്നെ എടുത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഓറഞ്ച് വെറുതെ കഴിക്കുന്നതിന് പകരം ഒരു പ്രാവശ്യമൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ അതൊരു ബൗൾക്ക് മാറ്റി കൊടുത്താണ്. നമുക്ക് ഒരു ട്രിപ്പ് കഴിക്കാനുള്ളേ ഉള്ളൂ. കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ബോട്ടിൽ തന്നെ അങ്ങനെ 1 സ്പൂൺ എടുത്ത് കഴിച്ചാലും മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇനി ഓറഞ്ച് വാങ്ങുമ്പോൾ അത്ര കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.